അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും കല്ലറയുടെ കലവറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊരു വലിയ കല്ലിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ട്. പുഴമീൻ എന്ന് പറഞ്ഞാൽ വലിയ മീനൊന്നും അല്ല, വളരെ കൊച്ചു മീനാണ്. അപ്പോൾ ഇന്നലെ പെയ്ത വേനൽ മഴയിൽ നമ്മുടെ ചെറു തൊടുകളിലേക്ക് കയറിയ കുറച്ച് മീൻ നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് കുറച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ വീടിനകത്ത് അത് അലൗഡല്ല, അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ പറമ്പിലിട്ട് അതിനെ ഒന്ന് വേവിച്ച് നമ്മളെല്ലാം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് ഒക്കെ പറഞ്ഞേ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആദ്യം പറഞ്ഞു ചെറിയ മീനാണ്, വലിയ മീനൊന്നും അല്ല. ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് വൃത്തിയാക്കി എടുക്കുന്നതെന്ന് പറയുന്ന വലിയ ജോലിയാണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയ മീനുകൾ, എല്ലാ ഐറ്റം മീനുകളും ഉണ്ട്. അപ്പോൾ ഈ മീനിട്ട് നമ്മളൊരു മീൻ മുളക് കറി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ പുഴമീൻ കൊണ്ടൊരു മുളക് കറി. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് നല്ല മിക്സ് ചെയ്യും. അപ്പോഴത് പെട്ടെന്ന് എടുത്ത് വൃത്തിയാക്കാനായിട്ടൊക്കെ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ വളരെ ചെറിയ മീനായതുകൊണ്ട് നമ്മളിതിൻ്റെ തലയൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. അതൊക്കെ നമ്മുടെ കറിയിൽ ചേർക്കാം. അതോടുകൂടി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ കുറേ കൂടെ ഉപ്പിട്ട് വീണ്ടും പാത്രത്തിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ അഴുക്കെല്ലാം പെട്ടെന്ന് പോയി കിട്ടും. ഇതുപോലെ 1-2 തവണ നമ്മൾ ചെയ്താൽ മാത്രമേ ഇത് നല്ലതുപോലെ വൃത്തിയായിട്ട് വരത്തുള്ളൂ. അപ്പം അത് ഞാൻ വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ നല്ലതുപോലെ വൃത്തിയായിട്ടുണ്ട്. മറ്റ് മീനുകൾ കഴുകുന്ന പോലെയല്ല, കൂടുതൽ വെള്ളത്തിൽ ഇത് കഴുകിയാലേ പറ്റൂ. അപ്പോൾ നമുക്ക് മീൻകറി വയ്ക്കുന്നതിനൊരു അടുപ്പ് തയ്യാറാക്കണം. നമ്മുടെ ഈ പാറപ്പുറത്തൊക്കെ ഒരു അടുപ്പ് തയ്യാറാക്കാനുള്ള പരിപാടിയിലാണ്. നമുക്ക് വളരെ ചെറിയൊരു അടുപ്പ് മതി. നമ്മളൊരു ചെറിയ മൺചട്ടിയിലാണെന്ന് വയ്ക്കാൻ പോകുന്നത്. നമ്മൾ അടുപ്പൊക്കെ റെഡിയാണ്. നമുക്കൊന്ന് കത്തിച്ചെടുക്കാം. ഇന്നലെ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കത്തി പിടിക്കാനൊക്കെ വലിയ പാടാണ്. ശരി ഓല, ഉണക്ക ഓല ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് കത്തിച്ചെടുക്കാം. പെട്ടെന്ന് കത്തുന്നുണ്ട്. പതിയൊക്കെ നല്ലപോലെ പിടിച്ച് നമ്മളൊരു മൺചട്ടിയിലാണ് നല്ല മുളക് മീൻ കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ലോക്ക്ഡൗൺ കാലമാണ്. ഞങ്ങൾ ദൂരേക്കൊന്നും പോയിട്ടില്ല. തൊട്ട് താഴെ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ പറമ്പിന് വീടിന് തൊട്ട് മുകളിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളാരും ഇത് കണ്ടിട്ട് വീടിന് പുറത്തേക്കൊന്നും പോകരുത്. അപ്പോൾ നമ്മുടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വീടിന് ചുറ്റാകെ ഒരു 1 കിലോമീറ്ററിന് ചുറ്റളവിൽ മറ്റ് വീടുകളോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് നമുക്കിതിന് പറ്റുന്നതാണ്. ചട്ടി നല്ലതുപോലെ ചൂടായി. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ആ കറിയുടെ വെളിച്ചെണ്ണയുടെ ഫ്ലേവറും കൂടെ ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുക് ഏകദേശം പൊട്ടി കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക്, വറമുളക് ഇടാം. കുറച്ച് കറിവേപ്പില, നാടൻ കറിവേപ്പില ഇടാം. നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇപ്പോഴത്തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട കുറച്ച് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയും ഒരു 3 കാരിമുളകുമാണ് നമ്മൾ ചേർക്കുന്നത്. അത് നമ്മൾ നല്ലപോലെ അതും വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്കതിന് ആവശ്യമായ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴണ്ടി വരും. അപ്പോൾ ഇനി കുറച്ച് സമയം ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇളക്കാം. ഇളക്കിയതിന് ശേഷം മറ്റു പൊടികളും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതുപോലെ മിക്സായി. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ഒരു 2 സ്പൂൺ നമുക്ക് മുളക് പൊടി ചേർക്കാം. കാര്യം പിന്നെ എരിവ്, മുളക് കറിയാണല്ലോ, അപ്പോൾ എരിവ് കൂടുതലായിട്ട് ചേർക്കാം. കാശ്മീരി ചില്ലി ആണെങ്കിൽ നല്ല നിറവും കിട്ടും, നല്ല ടേസ്റ്റും ഒക്കെ ആയിരിക്കും.
ഇനി നമ്മൾ ഒരല്പം മല്ലിപ്പൊടി ചേർക്കാം, ഒരു അല്പമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും ഇതിന് മെയിനാണ്. പുഴമീനിനൊക്കെ കുരുമുളക് പൊടിയാണ് ഏറ്റവും കൂടുതലായിട്ട് ടേസ്റ്റ് എടുക്കുന്നത്. പിന്നെ ഒരു സ്വല്പം ഉലുവാപ്പൊടി നമ്മൾ ചേർത്തു. ഇത്രയാണ് ചേർക്കുന്നത്. ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഈ പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് ചൂടാവണം. അപ്പോൾ പൊടികളെല്ലാം ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ പുളി അലിയിച്ച് വെച്ചിരുന്ന വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ വാളംപുളിയാണ് എടുത്തിരുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ കുടംപുളി ഉപയോഗിക്കാറുണ്ട്. നമ്മൾ വാളംപുളിയാണ് ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരണം. അപ്പോൾ ഇത് നല്ലതുപോലെ തിളയ്ക്കണം. തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മീൻ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതിനെ അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന പുഴമീൻ നമ്മളിതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നല്ലതുപോലെ വെട്ടി തിളച്ചതിന് ശേഷം മാത്രമായിരിക്കും മീൻ ഇടുന്നതായിരിക്കും നല്ലത്. നമ്മൾ എല്ലാ മീനും നമ്മളിവിടെ വലുതും ചെറുതും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ ചെറിയ മീനൊക്കെ സാധാരണ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിനെ ഒരു കറിയാക്കാം എന്ന് വിചാരിച്ചു. നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് കുറച്ച് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വേവിക്കാം. അപ്പോൾ മീൻ നല്ലതുപോലെ വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ലൊക്കേഷനൊക്കെ ഒന്ന് കണ്ടാലോ. ഇതൊക്കെയാണ് നമ്മുടെ ലൊക്കേഷൻ. പിള്ളേർ ഇവിടെ അഞ്ഞി കയറി കളി തുടങ്ങിയിട്ടുണ്ട്. അവരവരുടേതായ ലോകത്താണ്. അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശമൊക്കെ ഒന്ന് തിളച്ച് വന്ന് കാണണം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇപ്പോഴും തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. സംഗതി പുളിയാണെന്നാണ് തോന്നുന്നത്. കുറച്ച് സമയം കൂടെ നമുക്ക് അടച്ച് ഒന്ന് വേവിക്കാൻ, ചെറിയ തീയിലൊന്ന് കുറച്ചുകൂടെ ഒന്ന് വറ്റി വരാനുണ്ട്. ഈ മീനൊന്ന് വെന്തോന്ന് നോക്കാം നമുക്ക്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെന്തിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം കനലിലിട്ടിരിക്കാം, അതായിരിക്കും ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ നമ്മളെ മീൻ കറി നല്ല വറ്റി അടിപൊളിയായിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ നമ്മുടെ ചട്ടിയിലങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാം. നമ്മളെ പിള്ളേരെയും കൂട്ടിയിട്ട് നമ്മളിതങ്ങ് കഴിക്കുന്ന ഭാഗമാണ് എടുത്തത്. അപ്പോൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. പിള്ളേരും കൈ കഴുകാൻ തുടങ്ങി. ബ്രേക്ക് ദ ചെയിൻ്റെ ഭാഗമായിട്ട് കൈ കഴുകാൻ പഠിച്ചതുകൊണ്ട് ഇപ്പോൾ ആ മോഡലിൽ അവർ ആഹാരം കഴിക്കുന്നതിന് മുമ്പും കൈ കഴുകാറുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും അത് ശീലമാക്കി മാറ്റുന്നത് നല്ലതാണ്. അപ്പോൾ കൈയിട്ട് വന്നിട്ട് നമുക്ക് ഉടനെ കഴിക്കാം. അപ്പോൾ മീൻകറി വെറുതെ അങ്ങ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. നല്ല പുഴ മീൻകറി ഇത്തിരി നാടൻ കപ്പയും കൂട്ടിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അതൊക്കെ ഒന്ന് പുഴുങ്ങിയിട്ടുണ്ട്. അതിലൊന്ന് നല്ലതുപോലെ കടുവൊക്കെ വറുത്തിട്ട് അങ്ങ് വാഴയിലേക്ക് തട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തയ്യാർ ചെയ്ത നല്ല പുഴമീൻ കറി ആ കപ്പയിലേക്ക് കോരി അങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കറി നല്ല വറ്റിയിട്ടുണ്ട്. കറി അങ്ങനെ ഇലയിലൊന്നും ഓടി കളിക്കുന്നതൊന്നുമല്ല, നല്ല വറ്റിയ കറിയാണ്. കപ്പയും കൂട്ടി കഴിക്കാനൊക്കെ നല്ല സൂപ്പറാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളതങ്ങ് തുടങ്ങുക. നല്ല പുഴമീനോ കൂട്ടി കപ്പയോ കൂട്ടി ഈ പാറപ്പുറത്തിരുന്ന് ഞങ്ങളൊരു പിടിയങ്ങ് പിടിക്കാൻ പോവുകയാണ്. മക്കൾ തുടങ്ങിയിട്ടുണ്ട്. കൂടാനുള്ള ശ്രമത്തിലാണ് ഞാനും. അപ്പോൾ ഞാനും കൂടെ അങ്ങ് കൂടിയാലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പുഴമീനും കപ്പയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളെല്ലാവരും കൂടെ ഇതിനങ്ങ് കഴിക്കാൻ പോവുകയാണ് അല്ലേ? സൂപ്പറായിട്ടില്ലേ? നല്ല കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. എന്നാലും സംഗതി പൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനൊക്കെ അലോല വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ നമുക്ക് കൊണ്ട് തന്ന ആളിന് നന്ദി. നമ്മുടെ സുഹൃത്താണ് ജലീലിക്ക എന്ന് പറയും, പുള്ളിയാണ് കൊണ്ട് തന്നത്. പുള്ളിക്ക് നമ്മുടെ നന്ദി നമ്മളറിയിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് പുള്ളി പറയും ഞാൻ കൊണ്ട് കൊടുത്ത ഇങ്ങനെയാണെന്ന് പറഞ്ഞാലോ. അപ്പം സൂപ്പറായിട്ടില്ലേ? അപ്പം മീൻ ഇതുപോലെ കിട്ടുന്നവരെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല സൂപ്പർ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരില്ലേ? ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും ടാറ്റ, ഗുഡ് ബൈ.